മോളെ, ഇവര് കാണിച്ചതും ശാരിക കാണിച്ചതും രാജീവ് ശാരിയോട് കാണിച്ചതുമെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇര കീറി ചെകഞ്ഞ് അതിനെ വീണ്ടും പ്രാണപ്പെടുത്തിയിട്ട് എന്ത് കാര്യമിരിക്കുന്നു? ശാരിക ഗർഭിണിയാണ്. അതറിഞ്ഞിട്ടാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത്. ഇവർക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെയോ ശാരികയോട് ചോദിക്കണമെന്നുണ്ട്. മോളെ, എന്താന്ന് വെച്ചാ ചോദിക്കട്ടെ. രാജീവ് വന്നു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് തന്നെയല്ലേ പോണ്ടി വരിക. ഇവരൊന്നിച്ചല്ലേ താമസിക്കേണ്ടതും. വഴക്കും ബഹളവും ഇല്ലാതെ പോവാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ചേച്ചി, ചേച്ചിയോട് ഇവർക്ക് എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്ന്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ രാജീവേട്ടൻ തന്നെയാണോന്നാണോ? അതാണോ അറിയേണ്ടത്? കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഇവളുടെ അച്ഛനും അമ്മയും സഹോദരി നിൽക്കെ ഇത്രയും തന്റെ ഇടത്തോടെ ഇവളുടെ നാവാടുന്നുണ്ടെങ്കിലേ അവിടെ ഏതെല്ലാം രീതിയിലായിരിക്കും ഇവൾ എന്നോട് പെരുമാറിയിരിക്കാന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ചാരികേ, ഞങ്ങൾ നിന്നെ ചോദ്യം ചെയ്യാൻ വന്നതല്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്റെ ആരാണെന്ന് അറിയാനും വന്നതല്ല. രാജീവ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് അത് അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. അതിപ്പോ ഞാൻ മോളെ, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ. കാര്യങ്ങളൊക്കെ ഒരു തീർപ്പിലെത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ല, ഇത്ര അവള് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇത്രയും ദിവസം അവിടെ നിന്നപ്പോ ഉണ്ടാകാത്ത ലക്ഷണങ്ങള് ഇവിടെ വന്നപ്പോ മാത്രമാണോ ഉണ്ടായത്? അവിടെ വെച്ച് നീ ഗർഭിണിയാണെന്ന വിവരം നിനക്കറിയില്ലായിരുന്നോന്നാ ഞാൻ ചോദിക്കുന്നത്. അതിന് അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വിജയലക്ഷ്മി. ഇവിടെ ഡോക്ടർ വന്ന് നോക്കി പറയുമ്പോഴാ ഞങ്ങളും ഇവളും ഒക്കെ അറിയുന്നത്. പിന്നെ നിങ്ങൾ എന്ത് കരുതി? എനിക്കാരെങ്കിലും ദിവ്യഗർഭം തന്നതാണെന്നോ? കണ്ടില്ലേ ഇവള് നാവ് വളയ്ക്കുന്നത്? ഈ തറുതല പറച്ചിലും മേലും കേടി നോക്കാതെയുള്ള പെരുമാറ്റവും പിന്നെ എങ്ങനെയാ അവൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ സ്വസ്ഥതയോടെ ജീവിക്കുന്നത്? പഠിപ്പിച്ച് പാകമാക്കി വെച്ചിരിക്കുന്നത് ഈ പരുവത്തിലല്ലേ? അതെ, പഠിപ്പിച്ചതിന്റെ മഹത്വമൊന്നും നിങ്ങൾ പറയണ്ട. രാജീവ് സാർ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ വാക്ക് കേട്ട് ചേച്ചിയോട് കാണിച്ചത് എന്താന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടു വരുന്നത് അമ്മയും അമ്മാവനും പറയുന്നത് കേട്ട് അവരുടെ താളത്തിനൊത്ത് നിന്നുകൊണ്ട് അവളെ ദ്രോഹിക്കാനായിട്ടല്ല, ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാനായിട്ടാ. ആദ്യം മകനെ അത് പറഞ്ഞു പഠിപ്പിക്കാൻ നോക്ക്. എന്നിട്ട് ഇവിടെ പഠിപ്പിച്ചതിന്റെ ഒക്കെ കണക്കെടുക്കാം. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്റെ ചേച്ചി അടിക്കാൻ കൈ ഓങ്ങിയത് ഞാൻ കണ്ടു. ഇതുവരെ ചേച്ചിയെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പലതും മനസ്സിലായി.